മമ്മൂട്ടിയെ നായകനാക്കി ഒരു ചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് പ്രഗത്ഭ സംവിധായകൻ ഗൗതം വാസുദേവ് മേനോൻ. ഇനി അദ്ദേഹം മലയാളത്തിൽ നിരവധി താരങ്ങൾക്കൊപ്പം ചേർന്ന് സിനിമകൾ ഒരുക്കാനുള്ള ഒരുക്കത്തിലാണ്. അതിൽ മോഹൻലാലിന്റെ പടവുമുണ്ട്. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന ചിത്രത്തിലൂടെയാണ് മോളിവുഡിൽ ഗൗതം വാസുദേവ് മേനോൻ അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നത്. ഗംഭീര ചിത്രമാണ് അദ്ദേഹം ഒരുക്കിയതും. സ്വതസിദ്ധമായ സ്റ്റൈലിൽ നിന്നും മാറി വ്യത്യസ്തമായൊരു ചിത്രമാണ് ഗൗതം വാസുദേവ് മേനോൻ മലയാളത്തിന് വേണ്ടി ഒരുക്കിയതും. ഇപ്പോഴിതാ മോഹൻലാൽ, പൃഥ്വിരാജ് സുകുമാരൻ, ടൊവിനോ തോമസ് എന്നിവരുമായി സാധ്യമായുള്ള സഹകരണത്തിനായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. GVMന്റെ ആദ്യ മലയാള ചിത്രമായ ഡൊമിനിക്, മമ്മൂട്ടി നായകനായി കോമഡി ഡിറ്റക്റ്റീവ് ത്രില്ലറായ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സും ഗംഭീരമായി തന്നെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നർമ്മം കലർന്ന അന്വേഷണാത്മകമായ ഇതിവൃത്തം പ്രേക്ഷകരും നിരൂപകരും ഒരുപോലെ സ്വീകരിച്ചിരുന്നു. എന്നാൽ ചിത്രത്തിന് വേണ്ട രീതിയിലുള്ള ഹൈപ്പ് കിട്ടാത്തതിനാൽ ബോക്സ് ഓഫീസിലെ പ്രകടനവും അതുപോലെ വ്യക്തമാക്കുന്നുണ്ട്. എന്നിരുന്നാലും ഗൗതം വാസുദേവ് മേനോന്റെ ഒരു മികച്ച ചിത്രം എന്ന് തന്നെ ഈ ചിത്രത്തെ വിശേഷിപ്പിക്കാം. എന്നാൽ ഇതിലും മികച്ച ചിത്രങ്ങൾക്ക് വേണ്ടി മലയാളത്തിൽ തന്നെ ഗംഭീര നടന്മാരുമായി കൊളാബറേറ്റ് ചെയ്യാൻ പോവുകയാണ് ഗൗതം വാസുദേവ് മേനോൻ. അതിൽ തന്നെ മോഹൻലാൽ ചിത്രം ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇപ്പോൾ മോളിവുഡിൽ കൂടുതൽ കഥകൾ പരീക്ഷിക്കാൻ ഗൗതം വാസുദേവ് മേനോൻ താല്പര്യപ്പെടുന്നു എന്നതാണ്. പൃഥ്വിരാജുമായും ടൊവിനോയുമായും വെവ്വേറെ ചർച്ചകൾ നടന്നപ്പോൾ സാധ്യതയുള്ള ഒരു പ്രോജക്റ്റ് ചർച്ച ചെയ്യാൻ അദ്ദേഹം മോഹൻലാലിനെ കണ്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ സഹകരണങ്ങൾ യാഥാർത്ഥ്യമായാൽ സംവിധായകരുടെയും അഭിനേതാക്കളുടെയും ഫിലിമോഗ്രാഫിയിൽ അവർക്ക് ആവേശകരമായ പുതിയ അധ്യായങ്ങൾ അടയാളപ്പെടുത്താനാകും. അതേസമയം വിക്രം നായകനായ ഗൗതമിന്റെ ഏറെക്കാലമായി മുടങ്ങിക്കിടന്ന തമിഴ് ആക്ഷൻ ത്രില്ലർ ധ്രുവ നക്ഷത്രം ഒന്നിലധികം മാറ്റിവെക്കലുകൾക്ക് ശേഷം ഈ വർഷം സ്ക്രീനിൽ എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ അപ്ഡേറ്റുകളും അടുത്തിടെ വന്നിരുന്നു. ഉടൻ തന്നെ ചിത്രം തിയേറ്ററിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. തമിഴ് മലയാളം ഇൻഡസ്ട്രികളിൽ നിറഞ്ഞു നിൽക്കുന്ന താരത്തിന്റെ അടുത്ത പ്രോജക്റ്റ് എന്താണെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകരും. അതുപോലെ തന്നെ ഗംഭീര ചിത്രങ്ങളാണ് മോഹൻലാലിന്റേതായും മമ്മൂട്ടിയുടേതായും ഒക്കെ അണിയറയിൽ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ ഫാലിമിയുടെ സംവിധായകൻ നിതീഷ് സഹദേവന് മമ്മൂട്ടി കൈകൊടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും അടുത്ത ദിവസം പൊങ്ങി വന്നിരുന്നു. നിതീഷ് തന്നെയാണ് ഇക്കാര്യം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നത്. അടുത്ത പടം മമ്മൂട്ടിക്കൊപ്പം എന്ന ക്യാപ്ഷനോടെ മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്രം നിതീഷ് സഹദേവ് പങ്കുവച്ചിട്ടുണ്ട്. ചിത്രം ഉടൻ ആരംഭിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. മമ്മൂട്ടിയുടെ കിറ്റിലേക്ക് മറ്റൊരു ഗംഭീര ചിത്രം കൂടി വരാൻ പോവുകയാണ്. നേരത്തെ തന്നെ ഫാലിമി സംവിധായകനൊപ്പം മമ്മൂട്ടി സിനിമ ചെയ്യുന്നുവെന്ന അഭ്യൂഹങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിരുന്നു. ഇതൊരു ആക്ഷൻ പാക്ഡ് എന്റർടൈനർ ആയിരിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. മഹേഷ് നാരായണൻ സിനിമയ്ക്ക് ശേഷമായിരിക്കും ഈ ചിത്രം ആരംഭിക്കുക എന്നാണ് സൂചന. ഇതുകൂടാതെ നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സംവിധായകനുണ്ട്. ഒരു ഗംഭീര ഹിറ്റ് തന്നിട്ട് അദ്ദേഹത്തെ പിന്നീട് മലയാളം ഇൻഡസ്ട്രിയിൽ കാണാനേ ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ അദ്ദേഹം ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്താൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. മോഹൻലാലുമായി ഒരു ചിത്രം സംവിധാനം ചെയ്തേക്കും എന്ന രീതിയിൽ കുമ്പളങ്ങി നൈറ്റ്സ് സംവിധാനം ചെയ്ത മധു സി നാരായണൻ വരുന്നു എന്ന രീതിയിലാണ് വാർത്തകൾ വന്നത്. എന്നാൽ മോഹൻലാൽ അല്ല ഇത്തവണ എത്താൻ പോകുന്നത് യുവനിരയുടെ നായകൻ നസ്ലനുമായാണ്. 2019 പുറത്തിറങ്ങിയ കുമ്പളങ്ങി നൈറ്റ്സിന് ശേഷം മധു സി നാരായണൻ എന്തുകൊണ്ട് സിനിമയൊന്നും ചെയ്യുന്നില്ല എന്ന ചോദ്യം പലരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉന്നയിക്കാറുണ്ട്. ഇപ്പോഴത്തെ ആ ചോദ്യത്തിന് ഉത്തരമായിരിക്കുകയാണ്. മധു സി നാരായണൻ ഒരുക്കുന്ന പുതിയ ചിത്രത്തിൽ നസ്ലനാണ് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ചിത്രത്തിലേക്ക് നായികയെ തേടിയുള്ള കാസ്റ്റിംഗ് കോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നുണ്ട്. 20നും 25നും ഇടയിൽ പ്രായം വരുന്ന അഭിനേതാവിനെയാണ് തേടുന്നത്. ഡാഡി കൂൾ, സോൾട്ട് ആൻഡ് പെപ്പർ എന്നീ ചിത്രങ്ങളിൽ ആഷിഖ് കപൂറിന്റെ സഹസംവിധായകനായാണ് മധു സി നാരായണൻ സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്നത്. 2016 പ്രദർശനത്തിനെത്തിയ ദിലീഷ് പോത്തൻ ചിത്രം മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിലൂടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായി. 2019 ഫെബ്രുവരിയിൽ 7-നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന സംരംഭമായ കുമ്പളങ്ങി നൈറ്റ്സ് റിലീസ് ചെയ്തത്. കുമ്പളങ്ങിയുടെ പശ്ചാത്തലത്തിൽ റിയലിസ്റ്റിക് സ്വഭാവത്തിൽ കഥ പറഞ്ഞ സിനിമ പ്രേക്ഷക നിരൂപക പ്രശംസകൾ നേടുകയും വലിയ വിജയമായി മാറുകയും ചെയ്തിരുന്നു. കലാമൂല്യവും ജനപ്രീതിയുമുള്ള ചിത്രം ഉൾപ്പെടെ 4 സംസ്ഥാന പുരസ്കാരങ്ങളും സിനിമ നേടിയിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഒരു ഗംഭീര സിനിമയുമായി അദ്ദേഹം എത്താൻ പോകുന്നത്.